അഡ്വക്കേറ്റ് ചന്ദ്രബാബു അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തി വരുന്ന ശാസ്ത്ര പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഈ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6.5 പതിറ്റാണ്ടിന് മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുന്ന കാലത്ത് ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പോരാടുന്നതിനും ശാസ്ത്ര സാഹിത്യം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഡോക്ടർ കെ ഭാസ്കരൻ നായരെ പോലുള്ള പ്രഗത്ഭരായ ശാസ്ത്ര സാഹിത്യകാരന്മാർ, അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു. 1987 സർക്കാർ നിയമിച്ച ഔദ്യോഗിക ഭാഷാ കമ്മീഷനിലെ അംഗവുമായിരുന്നു. കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയിൽ ഡോക്ടർ കെ ഭാസ്കരൻ നായർ, PT ഭാസ്കര പണിക്കർ, K ദാമോദരൻ തുടങ്ങിയ ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ തന്നെ ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തണം എന്നും ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണപ്പോൾ അത് ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടുപിടുത്തത്തെ, ഒരു നേട്ടത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യരാശിയുടെ ഉന്മൂലനത്തിന് വേണ്ടിയിട്ട് ഒരു ശാസ്ത്ര കണ്ടുപിടുത്തത്തെ, ശാസ്ത്ര സത്യത്തെ ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ലോകത്തിൽ സമാധാന പ്രസ്ഥാനം തുടങ്ങിയത്. വേൾഡ് പീസ് മൂവ്മെൻ്റ് എന്ന് പറയും. സാർവദേശീയമായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമായിരുന്നു. ആ സാർവദേശീയമായി തുടങ്ങിയ സമാധാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ശാസ്ത്ര പ്രചാരത്തിന് വേണ്ടിയുള്ള സംഘടനകളുണ്ടായി. അങ്ങനെ തുടങ്ങിയ ഒരു സംഘടനയാണ് 1980 കഴിഞ്ഞ 60 ആരംഭമാകുമ്പോഴേക്കും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള പേരിൽ വരുന്നത്. അപ്പോൾ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് ഒരു ഭാഗത്ത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലഹരണപ്പെട്ടതെന്ന് ശാസ്ത്രം പറയുന്ന ചില മൂല്യങ്ങളെയോ ചില സങ്കല്പനങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുക. 2 തരത്തിലുള്ള ചൂഷണമാണ് അന്നത്തെ ലോകം ചർച്ച ചെയ്തിരുന്നത്. ഒന്ന്, ശാസ്ത്രമനുനിമിഷം. ശാസ്ത്രമെന്ന് പറയുന്ന പുതിയൊരു കാര്യമല്ല. നമ്മൾ മണ്ണ് വെള്ളത്തിൽ കുഴഞ്ഞു പോകുന്നതാണ്. പക്ഷേ മണ്ണ് ഉരുട്ടി ചെളിയാക്കി ഒരു പ്രത്യേക രൂപത്തിലാക്കി തീയിൽ ചുട്ടെടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം ശേഖരിക്കാം, വെള്ളം തിളപ്പിക്കാം. അതെന്ത് ശാസ്ത്രമാണ്? മണ്ണിൽ കിടക്കുന്ന, മണ്ണോട് ഒട്ടിക്കിടക്കുന്ന അയിര്, ഇരുമ്പയിര്, അത് ചുട്ടെടുത്ത് ലോഹമാക്കിയാൽ, ഇരുമ്പാക്കിയാൽ ആയുധമാക്കാം. അതിനെ ചുട്ട് തണുപ്പിച്ചെടുത്താൽ ഉരുക്കാവും. ആ ഉരുക്ക് കൊണ്ട് മരം മുറിക്കാം, ഉരുക്ക് കൊണ്ട് പാറ പൊട്ടിക്കാം. അപ്പോൾ അന്ന് അത് ശാസ്ത്രത്തിൻ്റെ പ്രയോഗമായിരുന്നു. ആ ശാസ്ത്രത്തിൻ്റെ പ്രയോഗം എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യൻ സംഘടിത ജീവിതം, സാമൂഹ്യ ജീവിതം ആരംഭിച്ച കാലം മുതലേ മനുഷ്യൻ ജീവിക്കുന്നത് ശാസ്ത്രം കണ്ടുപിടുത്തത്തിലൂടെയാണ്. ശാസ്ത്ര സത്യങ്ങളെ പ്രയോഗിക്കുമ്പോൾ സാങ്കേതിക വിദ്യ വരുന്നു. അങ്ങനെയാണ് മനുഷ്യൻ ഇന്നേ വരെ പുരോഗമിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പറയുന്ന നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആരുടെ സൃഷ്ടിയാണ്? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണ്, ശാസ്ത്രരംഗത്തെ കണ്ടുപിടുത്തമാണ്. അത് ശാസ്ത്രരംഗത്തെ സത്യങ്ങളെ, അല്ലെങ്കിൽ ശാസ്ത്ര സത്യങ്ങളെ പ്രായോഗികമായി വീക്ഷിക്കുമ്പോൾ സാങ്കേതിക വിദ്യയാവും. അപ്പോൾ ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് ഒരാൾ, സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്ന മറ്റൊരാൾ, അതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന വേറൊരാൾ. അങ്ങനെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗമുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മനുഷ്യ സമൂഹം വളർന്ന് പുരോഗമിച്ചു വന്നപ്പോൾ ഓരോ കാലഘട്ടത്തിലും രൂപപ്പെടുത്തിയെടുത്ത ചില ആചാരങ്ങളോ മൂല്യങ്ങളോ കാലം മാറിയപ്പോൾ മൂല്യങ്ങളല്ലാതായി തീർന്നു, അല്ലെങ്കിൽ കാലഹരണ ദോഷം സംഭവിച്ചു.
കാലഹരണ ദോഷം സംഭവിച്ചതിനെ മാറ്റിക്കൊണ്ട് പുതിയ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെയാണ് മനുഷ്യ പുരോഗതി എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള പോരാട്ടമാണ് ശാസ്ത്ര പ്രചാരകർ രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലം മുതൽ നടത്തി വന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പീസ് മൂവ്മെൻറ്റ് വരുന്നത്. ആ പീസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ശാസ്ത്ര പ്രചാരണം 1950 തുടങ്ങി സംഘടിത രൂപം 60 വരുന്നു. അതിനുശേഷം ഇന്നേ വരെയുള്ള ഏതാണ്ട് 6.5 പതിറ്റാണ്ട് കാലമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെയ്തു വരുന്നത് ശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിനും ശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടിയും ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗത്തിന് എതിരായിട്ടുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെയും ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം സർവോന്നത സമ്മേളനത്തിൻ്റെ സമകാലിക പ്രസക്തി, ആ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു, 1924 മാർച്ച് മാസത്തിലാണ് ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ച് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം ചേരുന്നത്. എല്ലാ വർഷവും ആലുവ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സമ്മേളനങ്ങൾ ചേരാറുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം തന്നെ അതിൽ പങ്കെടുക്കുന്ന ഹിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രാഹ്മണ ദർശനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർ പറയുകയായിരുന്നു. എല്ലാ കൊല്ലവും ആലുവ മണപ്പുറത്ത് ശിവരാത്രി ഉത്സവമുണ്ട്. ശിവരാത്രിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ദാർശനിക സംവാദമാണ്. ആ ദാർശനിക സംവാദങ്ങളെല്ലാം തന്നെ ബ്രഹ്മസങ്കല്പത്തെക്കുറിച്ചും ബ്രഹ്മത്തിൻ്റെ വിശിഷ്ട രൂപങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളായിരുന്നു. അങ്ങനെയാണ് നടത്തി വന്നിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 1924 മാർച്ച് മാസം ആദ്യത്തിൽ ഒരു സർവമത സമ്മേളനം ചേരുന്നത്. ആ സർവമത സമ്മേളനം ചേരുന്നതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു. അതിന് 30 കൊല്ലം മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് അമേരിക്കയിലെക്കാർ തീരുമാനിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഓരോ മതത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആൾക്കാരവിടെ എത്തി സംസാരിച്ചു. ഗംഭീരം പരിപാടിയായിരുന്നു. അവിടെ ആരുടെയും ക്ഷണമില്ലാതെ എത്തിപ്പെട്ട ഒരു പ്രവാസി എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. പലരോടൊന്നും പൈസ പിരിച്ച്, ഇന്നത്തെ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടി പണമെടുത്തൊക്കെയാണ് അവിടെ പോയത്. അവിടെ പോയി സംസാരിച്ചത് 3-4 പ്രഭാഷണം നടത്തി. സെപ്റ്റംബർ 11 തൊട്ട് 16 വരെ ആയിരുന്നു ആ സർവമത സമ്മേളനം. 1893 സെപ്റ്റംബർ 11 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലാണ് ആ സർവമത സമ്മേളനം ചേർന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയും സമീപിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ പ്രത്യേകതയും കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കാൻ പറ്റി. സാർവദേശീയമായിട്ടും അംഗീകാരം കിട്ടി. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാരെ കുറിച്ചാണല്ലോ, അതേ ഇന്ത്യയിൽ നിന്നാണല്ലോ പോയത്. ദരിദ്രന്മാരുടെയും അദ്ദേഹം കൊടുത്ത പേരാണ് ദരിദ്ര നാരായണൻ. ഇന്ത്യക്കാർക്ക് അദ്ദേഹം കൊടുത്ത പേര് ദരിദ്ര നാരായണൻ. നാരായണൻ വിഷ്ണുവാണ്, ദരിദ്ര നാരായണനാണ്. ആ ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ വന്നിട്ടാണ് പലരും ഇവിടെ ദർശനങ്ങൾ പറയുന്നത്, ദർശനങ്ങൾ വിളമ്പുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത്. ഇന്ത്യക്കാരൻ, അവൻ്റെ വിശന്നു വലഞ്ഞ ഇന്ത്യക്കാരൻ അവൻ്റെ വരണ്ട തൊണ്ടയിലൂടെ വിളിച്ചു കൂവുന്നത് ഒരു പിടി ചോറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ മതപ്രചാരകരെ, മതപ്രവർത്തകരെ, നിങ്ങൾ ആ വിശക്കുന്നവൻ എന്താണ് കൊടുത്തത്? നിങ്ങൾ ദർശനങ്ങളാണ് കൊടുത്തത്, നിങ്ങൾ സിദ്ധാന്തങ്ങളാണ് കൊടുത്തത്. ഇന്ത്യക്കാരൻ അതല്ല വേണ്ടത്, ഒരു പിടി ചോറാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചവിടെ. അതിൻ്റെ 30-ാം വാർഷികം വരുമ്പോഴാണ് ഈ സർവമത സമ്മേളനത്തെക്കുറിച്ച് ഗുരു ആലോചിക്കുന്നത്. ഗുരു അങ്ങനെ ആലോചിക്കുന്നതിന് കാരണങ്ങളുണ്ട്. അത് അദ്ദേഹം ഗുരു ജീവിച്ചിരുന്ന കാലത്തെ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോയാലേ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വിപ്ലവം, ഗുരു ചെയ്ത വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് 888 അരുവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ്. അത് പ്രതിഷ്ഠ എന്നാരും പറഞ്ഞില്ല. ഒരു നെയ്യാറിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു കല്ല് അവിടെ ഒരു പീഠത്തിൽ വച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച് നിന്നു. കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഒഴുകുന്നൊക്കെ പറഞ്ഞു. കണ്ണീരൊഴി ആര് കണ്ടു എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് കാണുന്നത്. കണ്ണീരൊഴുകിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ഒരു കല്ലെടുത്ത് വച്ചു. അപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിന് കാരണം ഈ നാരായണൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ, ഒരു വിഗ്രഹം വയ്ക്കാൻ എന്ത് അധികാരം? അധികാരമുള്ളവർ വേറെയുണ്ട്. ആ അധികാരത്തെ വെല്ലുവിളിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് നടത്തി. എന്നാൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗുരുവല്ല 916 ജാതിയില്ല വിളംബരം പ്രഖ്യാപിക്കുന്നത്.
ആ ഗുരുവല്ല പിന്നീട് കെടാവിളക്ക് വച്ചത്. 888 ഗുരുവല്ല ഇനി വേണ്ടത് ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് എന്ന് പറഞ്ഞത്. 88 ആ ഗുരുവല്ല നിങ്ങൾ സംഘടിച്ച് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞത്. ആ ഗുരുവാണ്, അല്ലെങ്കിൽ ആ ഗുരുവാണ് 918-17 ഇന്ത്യ വിട്ട് ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ പിന്നെ തിരിച്ചു കെട്ടി കൊണ്ടുവരികയായിരുന്നു. ആ ഗുരുവാണ്, അങ്ങ് പോയിട്ട് തിരിച്ചു വന്ന ഗുരുവാണ് 24 ഈ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ 888 മുതൽ 924 വരെയുള്ള ഈ കാലഘട്ടം, ഏതാണ്ട് 10-36 കൊല്ലക്കാലം, അല്ലെങ്കിൽ 4 പതിറ്റാണ്ടോളം കാലം കേരളത്തിനകത്തും പുറത്തും വന്ന മാറ്റം, സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും വന്ന മാറ്റം, ആ മാറ്റം ഏറ്റവും ഉജ്ജ്വലമായി പ്രതിഫലിപ്പിച്ച വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം അന്തർമുഖനായിരുന്നു കൊണ്ടോ ഏതെങ്കിലും ദാർശനിക പ്രശ്നം മാത്രം സംസാരിച്ചു കൊണ്ടോ ആൾക്കാർക്ക് ആത്മോപദേശം കൊടുത്തുകൊണ്ടോ മാത്രം ജീവിച്ച ആളായിരുന്നില്ല. തൻ്റെ ജനതയുടെ, നമ്മുടെ നാട്ടുകാരുടെ ഉന്നമനത്തിനു വേണ്ടി, ഭൗതികമായ ഉന്നമനത്തിനും കൂടി വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. SNDP യോഗം 903 സ്ഥാപിക്കുമ്പോഴും അതിനുശേഷം അദ്ദേഹം പലപ്പോഴും പറയുമ്പോഴും പ്രധാനത്തോട് പറഞ്ഞ എന്താണ്? വ്യവസായം, കൃഷി, കച്ചവടം, സാങ്കേതിക വിദ്യ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? വ്യവസായം നടത്തുന്നത് എന്തിനു വേണ്ടി, കച്ചവടം നടത്തുന്നത് എന്തിനു വേണ്ടി, സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടി, കൃഷി വ്യാപിക്കണമെന്ന് പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? കൂട്ടത്തിൽ പറഞ്ഞു സംഘടന, അതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘടന ആവശ്യമാണ്, സംഘടിച്ച് മാത്രമേ കാര്യങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ എന്നൊരു ബോധം അദ്ദേഹത്തിന് അന്നത്തെ സമകാലീന സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എന്തായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്? അത് ചെയ്യിപ്പിച്ചത് അന്ന് നിലവിലിരുന്ന EMS പറയുന്ന പോലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ എന്ന് പറയുന്നൊരു പ്രതിഭാസം, ഒരു സാമൂഹ്യ അവസ്ഥ. ആ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങളാണ് 888 ഗുരു പ്രതിഷ്ഠിക്കുമ്പോഴും, ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോഴും 24 സർവമത സമ്മേളനം നടത്തുമ്പോഴും ആ വർഷം തുടങ്ങി അടുത്ത കൊല്ലം അവസാനിപ്പിച്ച് ഈ വൈക്കം സത്യാഗ്രഹം വരുമ്പോഴും ഒക്കെ കാണുന്നത്. 936 തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെല്ലാം എല്ലാ ഹിന്ദു ജാതിക്കാർക്കുമായി തുറന്നു കൊടുത്തപ്പോഴും ഗുരു വിഭാവനം ചെയ്ത പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. ആ പരിഹാരമുണ്ടായില്ല എന്നുള്ളത് കാണണമെങ്കിൽ വേറൊരാളിൻ്റെ പ്രസംഗം, ഈ വൈക്കം ബോട്ട് എവിടെയാണോ, ഇതാണോ ബോട്ട് അല്ല അപ്പുറത്താണ്, വൈക്കം ബോട്ട് ചെട്ടിയിൽ മന്നത്ത് പത്മനാഭൻ നടത്തിയൊരു പ്രസംഗം കൂടെ അക്കാര്യത്തിൽ ഇപ്പോൾ അത് ആനുഷംഗികമായിട്ട് പറയേണ്ടതുണ്ട്. അതെന്താണ്? ഏതാണ്ട് 603 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് 925 നവംബർ 23 അവസാനിച്ചത്. നവംബർ 27 ബോട്ട് ജെട്ടിയിൽ ഒരു വിശദീകരണ യോഗം ചേർന്നു. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പെരിയാർ EV രാമസ്വാമി നായ്ക്കരായിരുന്നു. അദ്ദേഹം 2 തവണ ഇവിടെ വരികയും 2 തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തയാളാണ്. വിശദീകരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. TK മാധവനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്നമാണ് ഒരു വിശദീകരണ യോഗം നടത്തിയത്. ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് തോന്നും, പ്രത്യക്ഷത്തിൽ തോന്നും ആ സമരത്തിൻ്റെ മന്നത്ത് പറയുന്ന പരസ്പര വിരുദ്ധമായിട്ടാണെന്ന് തോന്നും. അദ്ദേഹം ചോദിച്ചത് വൈക്കത്ത് നമ്മൾ സമരം നടത്തിയത് എന്തിനാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം എന്നാണ്. പടിഞ്ഞാറേ നടയിൽ കൂടെ ജഡ്കയിലൂടെ വരികയായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ തടഞ്ഞു നിർത്തി താൻ മടങ്ങിപ്പോയെന്ന് പറഞ്ഞ ആ ദുഷ്പ്രഭുത്വത്തിൻ്റെയോ സവർണ ബോധത്തിൻ്റെയോ അവസാനിപ്പിക്കാൻ വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം എന്നാണ് സാമാന്യനെ ഇപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ മന്നം പറഞ്ഞത് അങ്ങനെയല്ല. എന്തിനാണ് നമ്മൾ വൈക്കത്ത് സമരം നടത്തിയത്? അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയില്ല, അയിത്തമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അയിത്തം ഒരു ദുർഭൂതമാണ്. അവനെ തെരുവിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിച്ചു, പക്ഷേ അവൻ ചത്തിട്ടില്ല. അവൻ മതിലുകൾക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവനെ അവിടെ നിന്ന് നമുക്ക് പുറത്ത് ചാടിക്കണം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എടുത്തുചാട്ടം പാടില്ല. വൈക്കം സത്യാഗ്രഹം പോലെ സമാധാനപൂർണമായ സമരമാണ് അവിടെയും വേണ്ടത്. ഇതാണ് വൈക്കത്ത് അദ്ദേഹം പ്രസംഗിച്ചത്. TK രാമകൃഷ്ണൻ ക്ഷേത്രപ്രവേശനത്തെ, TK മാധവൻ
ക്ഷേത്രപ്രവേശനം വേണമെന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു. ഇതാണ് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം. അതെന്തിനായിരുന്നു? ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി. വൈക്കത്ത് അയിത്തമില്ലാതാക്കാൻ വേണ്ടി. അയിത്തം ചാടിക്കേറി കോട്ടയ്ക്കകത്ത് കയറി അല്ലെങ്കിൽ മതിലിനകത്ത് കയറി ഇരുന്നപ്പോൾ അതിനകത്തേക്ക് ചാടിക്കയറണം. ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു, കാരണം ക്ഷേത്രപ്രവേശനം അനുവദിച്ചില്ല. പക്ഷേ തിരുവിതാംകൂറിൽ മറ്റ് ചില സാഹചര്യങ്ങൾ ഒത്തുവന്നതിനാൽ 36-ൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? വൈക്കത്ത് സമരം നടത്തി തെരുവിലൂടെ സ്വൈരസഞ്ചാരം നടത്തുകയായിരുന്ന അയിത്തമെന്ന ദുർഭൂതത്തെ ആട്ടി ഓടിച്ച് അവൻ ചാടിക്കേറി കോവിലിനകത്ത് മതിലിനകത്ത് അഭയം പ്രാപിച്ചപ്പോൾ സത്യഗ്രഹികൾ അങ്ങോട്ട് ചെന്നു. പക്ഷേ സത്യഗ്രഹികൾ അങ്ങോട്ട് ചെന്നപ്പോൾ അയിത്തക്കാരന് ഈ അയിത്തം എന്ന് പറഞ്ഞ ദുർഭൂതം എന്ത് ചെയ്തു? ശ്രീകോവിലിനകത്ത് കയറി. വെളിയിൽ കൂടെ നടന്നവൻ രക്ഷപ്പെടാൻ വേണ്ടി മതിലിനകത്ത് കയറി. ആട്ടി ഓടിക്കാൻ ചെന്നവർ മതിലിനകത്ത് കയറിയപ്പോഴോ അവൻ ശ്രീകോവിലിനകത്ത് കയറി. അവൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്താക്കാൻ സാധിച്ചില്ല. ഇഷ്ടദേവനെ തൊട്ടു വണങ്ങാൻ നമുക്ക്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക്, ഇപ്പോഴും അവകാശമില്ല. ഇഷ്ടദേവനെ തൊട്ടു വണങ്ങാൻ അവകാശമില്ലാത്ത ഒരു ജനത. മറ്റാർക്കും ദേവനെ കാണാം. മറ്റേ ബിംബമുണ്ട്, അല്ലെങ്കിൽ വിഗ്രഹമുണ്ട്, ഒരു അടയാളമുണ്ട്, കുരിശുണ്ടെങ്കിൽ നമുക്ക് തൊട്ടു വണങ്ങാം. പക്ഷേ ഇവിടെ അത് സാധ്യമല്ല. അപ്പോൾ 24-ൽ നിന്ന് എന്ത് മാറ്റമാണ് 100 കൊല്ലത്തിന് ശേഷം 2025-ൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോഴും അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. സ്വൈരസല്ലാപത്തോടുകൂടി അവനെ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുകയാണ് ഇപ്പോഴും. അപ്പോൾ 24-ൽ സത്യാഗ്രഹം നടത്തുമ്പോൾ അദ്ദേഹം ഗുരു എന്തായിരുന്നു ആലോചിച്ചത്? അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ അതിതീവ്രമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. മറ്റു മതങ്ങളിലേക്ക് മലയാളികൾ മാറുന്നു. കാരണം മതം മാറിക്കഴിഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്വാധീനത്തിന് വിധേയമായി ജോലി കൊടുക്കും. എന്തായിരുന്നു വാസ്തവത്തിൽ പ്രശ്നം? തിരുവിതാംകൂറിലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അനുസരിച്ച് സർക്കാർ സർവീസിൽ സവർണ ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അങ്ങനെ സവർണ ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എങ്കിൽ അവർണ ജാതിക്കാരായ ബഹുഭൂരിപക്ഷം ആൾക്കാരും സർവീസിന് പുറത്താണ്, അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് പുറത്താണ്. അതുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ വരുന്നു, പിന്നെ ഈഴവ മെമ്മോറിയൽ വരുന്നു. അങ്ങനെ പല പ്രതിഭാസങ്ങളും വന്നിട്ടും പ്രയോജനമുണ്ടായില്ല. അപ്പോൾ പ്രയോജനം ഉണ്ടാവാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ക്രിസ്തു മതത്തിൽ ചേർന്നാൽ അധ്യാപകനായോ ക്ലർക്കായിട്ടോ നിയമിക്കാം. തിരുവിതാംകൂർ സർക്കാർ നിയമിച്ചു. ഈഴവനായ നിയമിക്കില്ല, കൊലയനോ പറയനോ ആയാലും നിയമിക്കില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ നിയമിക്കും, മുസൽമാനെയും നിയമിക്കും. അപ്പം മറ്റും ഇവിടെ പടിഞ്ഞാറേ നടയിൽ കൂടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും സഞ്ചരിക്കാം. പക്ഷേ ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. 3 നടവഴിയിലൂടെയും സവർണർക്ക് മാത്രമേ പറ്റൂ. പടിഞ്ഞാറേ നടയിൽ കൂടി ക്രിസ്ത്യാനിക്കും മുസൽമാനും മറ്റ് മതക്കാർക്കും സഞ്ചരിക്കാം. ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് സർക്കാർ സർവീസ് ജോലിയില്ല, ക്രിസ്ത്യാനിക്കും മുസൽമാനും കിട്ടും. അപ്പോൾ നമുക്ക് ക്രിസ്തു മതത്തിൽ ചേർന്നാൽ എന്താ? നമുക്ക് ഇസ്ലാം മതത്തിൽ ചേർന്നാൽ എന്താ? അങ്ങനെ ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയരായി ചില ഈഴവർ ക്രിസ്തു മതത്തിൽ ചേർന്നു. ക്രിസ്തു മതത്തിൽ ചേരാൻ കാരണം കുടുംബകലഹമായിരുന്നു. അവിടെ പ്രേരിപ്പിച്ച കടം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കമുകൻകോട് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ചേർന്നു. കുടുംബകലഹം കാരണം രക്ഷപ്പെടാൻ വേണ്ടി അവർ പ്രാണരക്ഷാർത്ഥമായിരിക്കും അവിടെ ചേർന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി ചില ആൾക്കാർ പാർട്ടി മാറിപ്പോകുമല്ലോ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അങ്ങനെ പറയാറുണ്ടല്ലോ, അതേപോലെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, അവിടെ നിന്നിട്ടും പ്രയോജനമില്ല എന്ന്. അവർ തിരിച്ചു വന്നപ്പോൾ ബന്ധുക്കൾ അവരെ തിരിച്ചു ചേർക്കൂല. ഇവർ ഹിന്ദു മതത്തിൽ നിന്ന് പോയവരാണ്. ക്രിസ്തു മതം സ്വീകരിച്ചവരെ തിരിച്ചെടുക്കാൻ ഹിന്ദു മതത്തിൽ വകുപ്പില്ല, പ്രൊവിഷനില്ല, അന്ന് ഭരണഘടനയൊന്നും ഇല്ലല്ലോ, ആര്യസമാജം ശക്തമായിട്ടുമില്ല. അതുകൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പരാതി ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു അവരെ വിളിച്ചു. 2 കൂട്ടരെയും, ക്രിസ്തുമതത്തിൽ ചേർന്നിട്ട് തിരിച്ചു വന്നവരെയും ക്രിസ്തുമതത്തിൽ പോയവരെ ആട്ടി ഓടിച്ചവരെയും വിളിച്ചിരുത്തി പറഞ്ഞു, ഹിന്ദു മതം എന്നൊരു സാമാനം ഇല്ല, ഉള്ളത് ജാതിയാണ്. ഇവർ ഈഴവ ജാതിയിൽപ്പെട്ടവരാണ് അപ്പുറത്ത് പോയത്. അവർ തിരിച്ചു വന്നാൽ അവർക്ക് എവിടെ അഭയം കൊടുക്കണം? ഈഴവരായിട്ട് അഭയം കൊടുക്കണം. അവരെ ഈഴവരാക്കി അവിടെ അഭയം കൊടുത്തു. മതമെന്നുള്ള സങ്കല്പം അദ്ദേഹം തള്ളിക്കളയുന്നു. പിന്നീട് CV കുഞ്ഞിരാമനുമായിട്ടുള്ളൊരു ചർച്ചയിലും അദ്ദേഹം ചോദിക്കുന്നു, ഹിന്ദു മതം എന്നൊന്നുണ്ടോ? CV കുഞ്ഞിരാമൻ ഗുരുവിനെ കാണാൻ പോയത് ബുദ്ധമതത്തിൽ ചേരുന്ന കാര്യം പറയാനാണ്. കാരണം ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കേരളത്തിലുണ്ട്. ഒരു പരിധിവരെ ഗുരു ആ ദർശനങ്ങളെല്ലാം പഠിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുവിനെ കണ്ട് നമുക്ക് ബുദ്ധമതത്തിൽ ചേർന്നാലോ എന്ന് ചോദിച്ചു. ഈ ഹിന്ദുമതം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ചോദിച്ചപ്പോൾ ഗുരു തിരിച്ചു ചോദിച്ചു, ഹിന്ദുമതം അങ്ങനെ ഒന്നുണ്ടോ? മതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് സ്വമേധയാ ഇഷ്ടപ്പെട്ട്
മറ്റൊരു ദർശനത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവൻ മാറൂല്ല, അവിടെ തന്നെ നിൽക്കും. ഈ കുടുംബകലഹക്കാരന് രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്തുമതി പോയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ആത്മാർത്ഥമായിട്ട് അഭിപ്രായം മാറി അത് കൊള്ളാമെന്ന് തോന്നിയിട്ട് പോയതല്ല, പ്രാണരക്ഷാർത്ഥം പോയതാണ്. രണ്ടാമത്തതാണ്, മതത്തിന് മറ്റൊരർത്ഥമുണ്ട്, അതൊരു അഭിപ്രായമെന്നാണ്. മതം എന്ന വാക്കിന് ദർശനമുണ്ട്, ദർശനം എന്നൊരർത്ഥമുണ്ട്. ദർശനത്തെ നോക്കിയിട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ മാറൂല്ല. കാരണം നിങ്ങൾ അടിയുറച്ച് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്, മാറൂല്ല. എന്നാൽ മതമെന്ന് പറഞ്ഞ അഭിപ്രായമാണെങ്കിൽ അഭിപ്രായം ആർക്കും മാറ്റി പറയാം. ഇന്ന് ഈ അഭിപ്രായം, നാളെ വേറൊരു അഭിപ്രായം. ആ അഭിപ്രായം മാറ്റി പറയാം. അപ്പം മതം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് എന്നും ഗുരു പറയുന്നു. അപ്പോൾ ഹിന്ദു മതം എന്നൊന്നില്ല, ഉള്ളത് ജാതിയാണ്. ഇന്ത്യയിലെ സാമൂഹ്യ ഘടന നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ജാതി മാത്രമേ ഉള്ളൂ. 100,000 ജാതികളുണ്ട്. ഓരോ ജാതിക്കും ഓരോ ദേവനുമുണ്ട്. അതുകൊണ്ടാണ് 30 മുക്കോടി ദേവകളെന്നൊക്കെ ആരോ ആലങ്കാരികമായി പറഞ്ഞു വെച്ചത്. ഇവിടെ ഇപ്പോൾ വൈക്കത്തപ്പനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പേര് കൊച്ചു കൊച്ചു ആൾക്കാർ ഇരിപ്പുണ്ടാവും. പണ്ടൊക്കെ ഓരോരുത്തരെ അവരെ ആരാധിച്ചിരുന്നു. ഊര് മൂപ്പനോ തൊഴിൽ മൂപ്പനോ. കാരണം ഓരോ തൊഴിൽ കൂട്ടത്തിനും ഓരോ ദേവനുണ്ടായി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് ചുറ്റും കാവലാൾ ഇവരൊക്കെയാണ്. എനിക്കിത്രയും കാലം ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ടും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ കാരണം അവരുടെയൊക്കെ കടാക്ഷമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയൊക്കെ ഞാൻ ഒരു 50 കൊല്ലം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ വിദ്യാർത്ഥിയായി എത്തുന്ന കാലത്ത് ഇവിടെയൊക്കെ വൈകുന്നേരം ഒരു തിരി തെളിച്ചു വയ്ക്കുകയും ഒരു പൂജ എന്നല്ല, ഒരു തിരി തെളിച്ച് വെച്ചിട്ട് ആൾക്കാർ പോകുന്നു, കണ്ടു മടങ്ങിയിട്ട് പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളാകുമ്പോൾ വൈകിട്ട് പായസച്ചോറ് കൊടുക്കും. പാച്ചോറെന്ന് ഞങ്ങൾ പറയും, പായസച്ചോറ്. അത് ഇലയിൽ കിട്ടും, ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് പോകണം. കാരണം വിശപ്പടക്കാൻ നല്ലതാണത്. അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോഴോ അവർക്കെല്ലാം കോൺക്രീറ്റിൽ ദേവാലയങ്ങൾ ഉണ്ടാക്കി ബ്രാഹ്മണ പൂജാരിമാരെ കൊണ്ടുവന്ന് നിയമിച്ചു. അവർ പൂജ നടത്തുന്നു, ദിവസവും പൂജ നടത്തുന്നു. നമ്മളൊക്കെ പോയി ഭക്തി പാരസ്യമുള്ള അവിടെ നിൽക്കുന്നു. വർഷത്തിലൊരു ദിവസം ഏതെങ്കിലും ഒരു ആനയെ എഴുന്നള്ളിപ്പിച്ച് ഉത്സവങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പൂർവാധികം ഭംഗിയായിട്ട് ജനങ്ങൾ അതിൻ്റെ പിന്നാലെ ഉത്സവം നടത്തിപ്പിനായി പോകുന്നു. 1920കളിലും 1970കളുടെ ആരംഭത്തിലും തിരുവനന്തപുരം നഗരത്തിൽ കാണാതിരുന്നൊരു പ്രതിഭാസം ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഒരു കാലത്ത് ജാതി ദേവതകളായിരുന്നു. ആ ജാതി എന്ത് തൊഴിലാണോ ചെയ്തിരുന്നത് ആ തൊഴിലിൻ്റെ മൂപ്പൻ, ലീഡർ, അദ്ദേഹമാണ്, അല്ല ആ മനുഷ്യനായിരുന്നു ഈ തിരി തെളിച്ചത്, ഉത്സവം നടത്തുന്നത്. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ നാട്ടിൽ മൃഗബലി ഉണ്ടായിരുന്നു. കോഴിയെ മുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കല്ലെടുത്തൊരു കാഞ്ചിരത്തിൻ്റെ ചുവട്ടിലോ ഒരു പാലായുടെ ചുവട്ടിലോ വെച്ചിട്ട് ഏതോ ഒരു പ്രത്യേക ദിവസം, കുമ്പത്തിലോ മീനത്തിലുള്ള ഈ ചൂട് കയറിയ ഒരു കാലമായിരിക്കും, വരുന്നു ഒരാൾ കത്തിയും കൊണ്ട് വരുന്നു. കോഴിയെ പിടിയത്, കരിപ്പടയുണ്ട്, മറ്റേ പൂവൻ കോഴിയുണ്ട്, കഴുത്ത് കണ്ടിക്കുന്നു, കൂടത്തിൽ ചാരായം ഉണ്ടായിരുന്നു, അവർ കുടിക്കുന്നു, പോകുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാണ്, കാരണം വീട്ടിൽ കോഴി ഇറച്ചി കിട്ടും. അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ 5-8 കിലോ വെയിറ്റ് വരുന്നൊരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. ആ വെട്ടുകത്തി അച്ഛനോട് ചോദിച്ചു, അത് തേഞ്ഞ് പിന്നെ എൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞു പോയിരുന്നു. വെയിറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഒരു കോവിലിലൊരു മുടിപ്പുരയിൽ ആടിനെ കൊല്ലാൻ വേണ്ടി ഒറ്റ വെട്ടിന് ആടിൻ്റെ കഴുത്ത് ഛേദിച്ച് പോകാൻ തരണം വെയിറ്റുള്ള ആയുധം വേണം എന്നുള്ളത് കൊണ്ട് അതായത്. അപ്പോൾ അതുണ്ടായിരുന്നു 10-70 കൊല്ലം മുമ്പ്. 10-60 കൊല്ലം മുമ്പ് ഞാൻ കണ്ട കാര്യമാണ് കോഴിയുടെ വേഷം. ഇപ്പോഴതൊന്നുമില്ല, മാറ്റി. പക്ഷേ ഈ ഊര് മൂപ്പൻ അല്ലെങ്കിൽ തൊഴിൽ മൂപ്പൻ ചെയ്തിരുന്ന പണി ഇപ്പോൾ പൂണൂരുട്ട ബ്രാഹ്മണർ ചെയ്യുന്നു എന്നൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരിങ്ങനെ അവരുടെ ഉപജീവന മാർഗമായിരിക്കാൻ തൊഴിൽ കയറുന്നുമുണ്ട്. അതാണൊരു പ്രധാനം. അപ്പോൾ ഇതൊക്കെ 100 കൊല്ലം മുമ്പ് ഇല്ലാതിരുന്നതാണ്, അല്ലെങ്കിൽ 50-60 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു സാധനത്തെയാണ് ഇപ്പോൾ നമ്മൾ പൊക്കി എഴുത്തികളിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞതിന് എന്താണ് അർത്ഥം? അപ്പോൾ 1916 888 പ്രതിഷ്ഠ നടത്തുന്നു. 903 SNDP യോഗം സ്ഥാപിക്കുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്നാണ് പേരിട്ടത്. നാരായണ ഗുരുവിൻ്റെ പേരല്ല, വിഷ്ണുവിൻ്റെ നായിക്കാം. അതിന് മുമ്പുണ്ടായ ഒരു സംഘടനയ്ക്ക്, പല സംഘടനകളും അതിന് മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഒരു സംഘടന ഒഴികെ ബാക്കിയെല്ലാം ജാതി പേരിലാണ് അറിയപ്പെടുന്നത്. 1839 കന്യാകുമാരിക്കടുത്ത് ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ച സമത്വ സമാജം, അയ്യ വൈകുണ്ഠൻ സ്ഥാപിച്ച സമത്വ സമാജത്തിന് എന്താ പേര്? ഏത് ജാതിയുടേതാ? സമത്വം. 18 ജാതിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംഘടന നടത്തുന്നത്. അങ്ങനെയാണ് സമത്വ സമാജം ഉണ്ടായി. അത് ഇന്നില്ല, ഇപ്പോൾ പുനഃസംഘടിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം സ്ഥാപിച്ച സംഘടനകളിൽ ഒന്നാണ് SNDP യോഗം, മറ്റൊന്ന് സാധുജന പരിപാലന സംഘം. അതിനും പേരില്ല, ഏത് ജാതിയുടേതെന്നറിയാൻ വയ്യ. സാധുജനങ്ങളുടെ സംഘടന. SNDP യോഗവും ആ തരത്തിലുള്ള ഒരു രൂപത്തിലാണ് കൊണ്ടുവന്നതെങ്കിലും പക്ഷേ അതിൻ്റെ ആൾക്കാർക്ക്, അംഗങ്ങളായിരുന്നവർക്ക്, പ്രമാണിമാർക്ക് തോന്നി അത് ഈഴവരുടേതാണെന്ന്.
ഗുരുവിന് അതിനോട് യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവരോട് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. കാരണം അരിയുപ്രം പ്രതിഷ്ഠയിൽ എഴുതി വെച്ച എന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വയ്ക്കുകയും അതിനുള്ള ചിട്ടകൾ ഉണ്ടാക്കുകയും ചട്ടങ്ങൾ ഉണ്ടാക്കുകയും സംഘടന ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടും കൂടെയുള്ളവർക്ക് ജാതിബോധം പോകുന്നില്ല. അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഈഴവ ജാതിയുടെ വക്താവായിട്ടാണ് കൂടെയുള്ളവരും മറ്റുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം 916 പറഞ്ഞു, നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. എന്നിട്ടും ചില വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്നിരിക്കുന്നതിനാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയുണ്ടാകാൻ ഇടയായിരിക്കുന്നു. വീണ്ടും ആവർത്തിക്കുന്നു, നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് നാരായണ ഗുരു ഒപ്പ് നമ്മുടെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രബുദ്ധ കേരളം എന്ന മാസികയിൽ അത് അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പം ജാതിയില്ലാ വിളംബരം 88 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവർക്കും ഇരുന്ന് വന്ന് കണ്ടിട്ട് പോകാനുള്ള സ്ഥാനമാണിതെന്ന് പറഞ്ഞ് കൂടെയുള്ളവർക്ക് പോലും മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇതിനില്ല, ഞാൻ പ്രത്യേക ജാതിയിലോ മതത്തിലോ ഇല്ല എന്ന് പറയുന്നു. സ്ഥാപകത്രയം എന്ന് പറയാവുന്ന ഗുരുവും പൽപ്പുവും കുമാരനാശാനും സംഘടന വിടുന്നു. 917 ഗുരു വിട്ടു. അദ്ദേഹം അപ്പം തന്നെ പൽപ്പു രാജിവെച്ചു. 918 ശ്രീ കുമാരനാശാനെ തോൽപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുതിയ ആൾക്കാർ വരികയും ചെയ്തു. ശ്രീരാമത് അങ്ങനെ ആ സംഭവം നടക്കുമ്പോൾ പുതിയ ഭാരവാഹി വന്നപ്പോൾ ഹൃദയം വേദനിച്ച് ഉള്ളു വേദനിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അദ്ദേഹം പറയുന്നു, പകൽ സമയത്ത് കാക്കയെപ്പോലെ വന്ന് കൊത്തിപ്പറിക്കുകയും രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ കടവാതിലുകളെപ്പോലെ വന്ന് കടിച്ചു കീറുകയും ചെയ്യുന്ന സാമുദായിക ശക്തികൾ എന്നെ വേട്ടയാടുന്നു. ഈ പാവം ഞാൻ ഗ്രാമവൃക്ഷത്തിലിരിക്കുന്ന ഈ കുയിൽ എന്നെ തിന്നാനായിട്ട് പകല് കാക്കയും രാത്രി ഇതാ നരിച്ചീറും വരുന്നു എന്ന് വിലപിച്ച കുമാരനാശാൻ്റെ മനസ്സെന്തായിരുന്നു? 903 മുതൽ 18 വരെ 15 കൊല്ലക്കാലം കൊണ്ടുകിടന്ന സംഘടനയ്ക്ക് അല്ല അംഗങ്ങൾക്ക് മനപരിവർത്തനമുണ്ടാക്കാൻ സാധിക്കാതെ വന്നു. അപ്പം കിട്ടാത്തതുകൊണ്ട് പലരും ക്രിസ്തു മതത്തിലേക്ക് പോകുന്നു. ചില ചേർത്തലയാണ് നമ്മുടെ കുട്ടൻ്റെ നേതൃത്വത്തിൽ സിഖ് മതം സ്വീകരിച്ചു. ചേർത്തല ഈ കായൽ കിടന്നപ്പുറത്ത് പോയാൽ ചേർത്തലയാണല്ലോ. മുസ്തഫ കമാൽ തയ്യലിൻ്റെ പേരിൽ കുറേ പേര് ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ചിലർ ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ പല മതങ്ങളിലേക്ക് മാറി മാറി പോവുകയും തങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ വക്താക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അച്ചടിയിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവം അതാണോ എന്ന് അവരെ കൊണ്ട് തന്നെ സംസാരിച്ച് വെളിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വളരെ കാലമായി അദ്ദേഹം ആലോചിച്ചു വരുന്ന കാര്യമാണ്. അങ്ങനെയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വന്നുകൂടി ഈ സമ്മേളനം ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ സംഘാടകരായിട്ട് സ്വാമി സത്യവ്രതൻ, ഇവിടെ സത്യഗ്രഹ പന്തലിൻ്റെ നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ഈ വൈക്കം സത്യഗ്രഹത്തിന് പിന്നീട് നേതൃത്വം കൊടുത്തു അദ്ദേഹം തന്നെയാണ്. സ്വാമി സത്യവ്രതൻ, പിന്നെ CV കുഞ്ഞിരാമൻ, K അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ എന്ന് K അയ്യപ്പൻ, ഇവരൊക്കെ ആയിരുന്നു എൻ്റെ സംഘാടകർ. മഞ്ചേരി രാമയ്യർ, മഞ്ചേരി രാമകൃഷ്ണൻ, പിന്നെ മിതവാദി കൃഷ്ണൻ, അങ്ങനെ പല ആൾക്കാരും പല ഭാഗത്തു നിന്നും വന്നു അവർ സംസാരിക്കുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്? ശ്രീലങ്കയിൽ നിന്ന് ബുദ്ധസന്യാസി വന്നു, ഉത്തരേന്ത്യയിൽ നിന്നും ആര്യ സമാജക്കാർ വന്നു, കേരളത്തിൽ നിന്ന് തന്നെ ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ദാർശനികർ വന്നു, ഹിന്ദു മതമെന്ന് വിശേഷിപ്പിക്കുന്ന മറ്റ് ബ്രഹ്മസങ്കല്പത്തെ കൊണ്ടു കിടക്കുന്നവരും വന്നു. ഇവിടെയൊന്നും ഗുരു സംസാരിച്ചില്ല. അധ്യക്ഷ വേദിയിൽ ഒരു കസേരയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയായിരുന്നു, മറ്റുള്ളവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ 3-4 ദിവസം മുമ്പ് തന്നെ ഗുരു അവിടെ എത്തി, ആലുവയിലെത്തി, സംഘാടകരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം ഒരു സ്വാഗത പ്രസംഗം എഴുതാൻ സ്വാമി സത്യവ്രതനെ ചുമതലപ്പെടുത്തുകയും സഹായിക്കാനായിട്ട് CV കുഞ്ഞിരാമനെയും സഹോദരൻ അയ്യപ്പനെയൊക്കെ ചുമതലപ്പെടുത്തി. അങ്ങനെ അവർ തയ്യാറാക്കിയ ഈ സ്വാഗത പ്രസംഗം അവർ ഗുരുവിനെ കാണിച്ചു. ഗുരു അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞു. അത് സ്വാമി സത്യവ്രതനോട് സ്വാഗത പ്രസംഗത്തിൽ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറഞ്ഞു. ആ പ്രസംഗം നിങ്ങൾ എടുത്തു വായിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ പ്രൊഫസർ MK സാനു എഴുതിയ ജീവചരിത്രത്തിലുണ്ട്. അതിപ്പോൾ പൂർണ്ണ രൂപത്തിൽ കിട്ടും. കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് PRD പ്രസിദ്ധീകരിച്ചൊരു ചെറിയ ബുക്കിലെറ്റ് ഉണ്ട്, ഒരു കൈപ്പുസ്തകമുണ്ട്, അതിനകത്ത് അത് ചേർത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അവിടെയാണ് ഈ സുപ്രസിദ്ധമായൊരു വാചകം. എന്താ പറയുന്നത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇവിടെ വാദിച്ച് ജയിച്ചിട്ട് ഒരു കാര്യവുമില്ല.
നമുക്ക് പരസ്പരം അറിയാനാണ്. പരസ്പരം അറിയുമ്പോൾ എല്ലാത്തിൻ്റെയും സത്യം ഒന്ന് തന്നെയാണ്, എല്ലാത്തിൻ്റെയും സത്വം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ആ തിരിച്ചറിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നു. സ്വാമി സത്യദേവന്റെ വളരെ സുദീർഘമായ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, നമുക്കൊരുപാട് മതങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ദർശനത്തെ ഉൾക്കൊള്ളുന്നവൻ, മറ്റത് അഭിപ്രായം കൊണ്ട് നടക്കുന്നവർ. ദർശനത്തെ ഉൾക്കൊള്ളുന്നവനാണ്, അവൻ ആന്തരികമായി ഉൾക്കൊണ്ടിട്ടാണെങ്കിൽ അത് മാറില്ല. അഭിപ്രായമാണെങ്കിൽ മാറ്റി പറയാം, കാരണം സാഹചര്യത്തിനനുസരിച്ചാണ് അഭിപ്രായം ഉണ്ടാവുക. സാഹചര്യം മാറുമ്പോൾ അഭിപ്രായവും മാറും. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നു, ഈ സത്യവ്രതൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ എഴുതി പറയുന്നത്, നാനാവിധമായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ആൾക്കാർ അത്ഭുതപ്പെട്ടു പോകുന്ന ശാസ്ത്ര സത്യങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെയും ബാബിലോണിയയുടെയും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഓരോ പ്രദേശത്തും എങ്ങനെ അത് ഉണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. നമ്മളിപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള, അന്ന് 1924 വ്യത്യസ്ത രൂപത്തിലുള്ള ചികിത്സാ രീതികൾ അന്ന് കേരളത്തിലുണ്ട്. ഹൈഡ്രോപ്പതിയുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, പിന്നെ യുനാനിയുണ്ട്, ആയുർവേദമുണ്ട്. രോഗം ബാധിച്ചവൻ ഏതെന്ന് നോക്കൂ, കിട്ടി എത്രയും പെട്ടെന്ന് രോഗമുക്തി നേടി ആയുസ്സിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ലേ ഉണ്ടാവൂ. ഹൈഡ്രോപ്പതിയിലേക്ക് പോകില്ല, ഞാൻ ആയുർവേദം മാത്രമേ നോക്കൂ നിർത്താൻ ശഠിച്ചിരുന്നാൽ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒന്ന് പോകും തോന്നിയാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ നേരെ അലോപ്പതിക്കാരനെയോ ഹോമിയോപ്പതിക്കാരനെയോ കാണും. അപ്പോൾ സ്വന്തം ദുഃഖങ്ങൾ, സ്വന്തം പ്രശ്നങ്ങൾ, ഭൗതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം, ഏത് ഔഷധവും സ്വീകരിക്കാം. ഹിന്ദു ആയതുകൊണ്ട് ക്രിസ്ത്യാനി കൊണ്ടുവന്ന അലോപ്പതി ആരെങ്കിലും പഠിക്കാതിരുന്നിട്ടുണ്ടോ? ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഭാഗമായി, മുസ്ലിം ഭരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന യുനാനി ആരെങ്കിലും കൊണ്ടുവരാതിരുന്നിട്ടുണ്ടോ, പഠിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജന്മംകാരനാണ് ക്രിസ്ത്യാനിയാണ് കൊണ്ടുവന്നുകൊണ്ട് ഹോമിയോപ്പതി ആർക്കെങ്കിലും വേണ്ടാന്ന് വയ്ക്കാറുണ്ടോ ഇന്ത്യക്കാർ? ഇല്ല. അപ്പോൾ ദർശനമേതായാലും അത് നല്ല മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവർ സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, അത് സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്. രണ്ട്, ഗന്ധകാമ്ലം ഉണ്ടാക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. എന്താ ഈ ഗന്ധകാമ്ലം? നമുക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, സൾഫ്യൂരിക് ആസിഡ്. ഗന്ധകാമ്ലം ഉണ്ടാക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ആ ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ ഗന്ധകാത്മം ഉപയോഗിച്ചുകൊണ്ട് മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ലായനികൾ ഉണ്ടാക്കുകയോ അതുണ്ടാക്കി വിറ്റ് കോടീശ്വരന്മാരായത് കച്ചവടക്കാരും വ്യവസായികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ശാസ്ത്രജ്ഞനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഗന്ധകാമ്ലം എന്ന് പറയുന്ന ആ ഉൽപ്പന്നം, അത് ശാസ്ത്രത്തിൻ്റെ ഫലമായിട്ട് ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച സാധനമാണ്. അത് ഒരുത്തൻ വിറ്റ് കാശാക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ഔഷധങ്ങൾ ഉണ്ടാക്കുന്നു. അതുണ്ടാക്കി വ്യവസായി കാശുണ്ടാക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആ ശാസ്ത്രജ്ഞനെ കുറ്റം പറയാൻ പറ്റുമോ? ആ ശാസ്ത്ര സത്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് ഉത്തമങ്ങളായ മതദർശനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചില മതാധിപന്മാർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ആ പ്രസംഗം വായിക്കണം. ശാസ്ത്രസത്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ ആയുധമുണ്ട്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആറ്റം എന്ന് പറഞ്ഞ അണുവിനെ രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ ഊർജ്ജമുണ്ടാകും. ആ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കാം, മറ്റൊരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിക്കാം. മനുഷ്യനെ കൊന്നൊടുക്കാൻ തക്കണ മൃത്യു സർവ ഹരച്ച സഹ എന്ന് ഓപ്പൻഹീമർക്ക് അവസാനം പറയേണ്ടി വന്ന ആ ആയുധം ഉണ്ടാക്കാനും സാധിക്കും. 1,40,000 പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു പോയ ഒരു ബോംബ്, 70,000 പേർ കൊല്ലപ്പെട്ടു പോയ മറ്റൊരു ബോംബ്, അങ്ങനെ 2,00,000-ലധികം ആൾക്കാർ കൊല്ലപ്പെടുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് മാംസപേശികൾ രാവിലത്തെ വെയിലത്ത് വെണ്ണ ഉരുകുന്നത് പോലെ ഉരുകി മരിക്കുന്ന ജപ്പാനിലെ കുട്ടികൾ, അമ്മമാർ, അവിടുത്തെ മക്കൾ. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? അത് ആറ്റം വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ച ഏണസ്റ്റ് റദർഫോർഡിൻ്റെ കുറ്റം കൊണ്ടാണോ? അതുകൊണ്ട് ഊർജ്ജമുണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച റദർഫോർഡിൻ്റെ കുഴപ്പമാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണോ? അത് വ്യാപാര ദൃഷ്ടിയോടുകൂടി, ലാഭേച്ഛയോടുകൂടി അതിനെ ദുർവിനിയോഗം ചെയ്ത രാഷ്ട്രീയ നേതാക്കളുടെയോ കച്ചവടക്കാരുടെയോ കുഴപ്പമാണ്. അതിന് സമാനമാണ് ദാർശനികമായ ഉത്തുംഗമായ ദാർശനിക തത്വങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില മതസംഘടനകൾ ഉണ്ടാക്കി ലോകത്തെ വ്യാപാര കേന്ദ്രമാക്കി മാറ്റാനും രാഷ്ട്രീയാധികാരം ഉപയോഗിച്ചുകൊണ്ട് മതദർശനത്തെ വിറ്റ് കാശാക്കാനും ശ്രമിക്കുന്നത് എന്ന് ഈ സ്വാഗത പ്രസംഗത്തിൽ സ്വാമി സത്യവ്രതൻ പറയുന്നു. രാഷ്ട്രീയ അധികാരം കൈയാളുന്നവർ മതകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് ആധുനിക രാഷ്ട്രമീമാംസാ തത്വമാണ്. അദ്ദേഹം പറയുന്നതാണ്. രാഷ്ട്രീയ അധികാരം പഴയ കാലത്ത് രാഷ്ട്രീയ അധികാരവും മതാധികാരവും ഒരുമിച്ച് തന്നെയായിരുന്നു.
ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയിൽ ജാതിയിൽ ഏറ്റവും തലപ്പത്ത് നിന്ന ബ്രാഹ്മണരായിരുന്നു നാടുവാഴികളെ നിയന്ത്രിച്ചിരുന്നത്. അത് സ്വത്തിൻ്റെ ഉടമസ്ഥന്മാരായിട്ട് ദേവസ്വം എന്ന ബ്രഹ്മസ്വം എന്ന പേരിൽ ഭൂമി കൈവശം വയ്ക്കാനും ദൈവൻ മിണ്ടാപ്രാണിയായതുകൊണ്ടും ചങ്ങലയിട്ട് അടച്ചുപൂട്ടി അകത്ത് വെച്ചതായതുകൊണ്ടും അതിൻ്റെ കൈകാര്യകർത്താക്കളായിട്ട് ബ്രാഹ്മണർ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ 2/3 ഭൂമി, 2/3 സമ്പത്ത് ഇവരുടെ കൈവശം വന്നു. മൊത്തം ഭൂമിയെ 3ആയിട്ട് വിഭജിക്കാമെങ്കിൽ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവ എന്ന സർക്കാരിൻ്റെ വകയാണ്. ദേവസ്വവും ബ്രഹ്മസ്വവും ബ്രാഹ്മണർ തന്നെ കൈകാര്യം ചെയ്തു. അപ്പോൾ 2/3 ഭൂമി അവർ കൈകാര്യം ചെയ്തപ്പോൾ അവർ രാഷ്ട്രീയ അധികാരത്തെ വിനിയോഗിക്കാൻ കഴിയുന്നവരായി, രാഷ്ട്രീയ അധികാരത്തെ കൈകാര്യം ചെയ്യാൻ കൂച്ചുവലങ്ങിടാൻ, അല്ലെങ്കിൽ കുതിരയുടെ ഞാണിൽ കെട്ടി ഇങ്ങനെ പിടിക്കുന്ന പോലെ, കടിഞ്ഞാനിട്ട് പിടിക്കുന്നത് പോലെ രാഷ്ട്രീയ അധികാരികളെ കൈകാര്യം ചെയ്യാൻ കുത്തകൾക്കോ കോർപ്പറേറ്റുകൾക്കോ സാധിക്കുമെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യലാണ്. അവിടെ രാഷ്ട്രതത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ദാർശനിക തത്വങ്ങളുടെയോ പ്രയോഗമല്ല, ദുരുപയോഗമാണ് വരുന്നതെന്ന് സ്വാമി സത്യവ്രതൻ പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് മതവും രാഷ്ട്രീയവും രാഷ്ട്രീയ അധികാരം ഒരുമിച്ചാണ് പോയിക്കരുന്നത്. പക്ഷേ ആധുനിക രാഷ്ട്രമീമാംസയിൽ പറയുന്നു മതം വ്യക്തിപരവും മതവിശ്വാസം വ്യക്തിപരവും രാഷ്ട്രീയ അധികാരം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. ഭൗതിക ഉൽപ്പാദനം നടത്തുമ്പോൾ, സാമ്പത്തിക ഉൽപ്പാദനം നടത്തുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രമീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയ അധികാരി വേണം. ഉൽപ്പാദനത്തിന് നേതൃത്വം കൊടുക്കാൻ, വിതരണത്തിന് നേതൃത്വം കൊടുക്കാൻ, വിറ്റുവരവ് എങ്ങനെ നിശ്ചയിക്കാൻ, ആധുനിക സമൂഹമാകുമ്പോൾ നികുതി നിശ്ചയിക്കാനും നികുതി കൂട്ടാനും കുറയ്ക്കാനുള്ള രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ മതദർശനത്തിന് യാതൊരു കാര്യമില്ല, അത് സെപ്പറേറ്റ് ചെയ്യണം, വ്യത്യസ്തമായിരിക്കണം എന്ന് ആധുനിക രാഷ്ട്രമീമാംസ പറയുമ്പോൾ നമ്മളെന്തിന് പിന്നെ മതത്തിൻ്റെ പിന്നാലെ രാഷ്ട്രീയാധികാരികൾ പായണം? അല്ലെങ്കിൽ രാഷ്ട്രീയാധികാരികൾ എന്തിന് മതശക്തികളുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കണം? അങ്കുലീചാലിതം നിന്നു തുള്ളുമ്പും പാവ നിഴലായിരുന്നു ഞാനെന്ന് ONV പറയുന്നുണ്ട് സരയുവിലേക്ക് എന്ന കവിതയിൽ. ഈ അവതാര പുരുഷനാണ് രാമൻ. ആ രാമന് പലതും ചെയ്യേണ്ടി വന്നു എന്നുള്ള സ്വതിഷ്ടപ്രകാരമല്ല. ഞാൻ സീതയെ ഉപേക്ഷിച്ച സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഞാൻ ശംഭൂകനെ കൊന്ന സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഞാൻ ആരുടെയോ ചരലിൽ തൊട്ട് കളിക്കുന്ന അങ്കുലീചാലിതം നിന്നു തുള്ളും പാവ നിഴലായിരുന്നു ഞാൻ, പപ്പറ്റായിരുന്നു ഞാൻ എന്ന് രാമൻ സ്വയം പറയുകയാണ്. എങ്കിൽ രാഷ്ട്രീയ അധികാരികളെ കൊണ്ട് കളിപ്പിക്കുന്നവനാവരുത് മതസംഘടനയുടെ ആൾക്കാർ. അങ്ങനെ അദ്ദേഹം വ്യക്തമായിട്ട് സ്വാമി സത്യവ്രതൻ പറയുമ്പോൾ എന്തായിരുന്നു സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്നറിയാം. അപ്പോൾ അവിടെ സംസാരിച്ചവരൊക്കെ തന്നെ സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ പറഞ്ഞു. എല്ലാ മതങ്ങളും എല്ലാവരും പ്രസംഗിച്ച് തീർന്ന് പ്രസംഗം പിന്നെയും പ്രസംഗിക്കാൻ ആർക്കും ഒന്നുമില്ലാതായി തീർന്നപ്പോൾ ഗുരുവിനൊരു കാര്യം മനസ്സിലായി. എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഉള്ളി തൊലിച്ചതുപോലെയാണ്, അവസാനം ഒന്നുമില്ല. മറ്റേത് സാധനം പൊളിച്ചാലും അകത്തൊരു കായ കാണും, ഉള്ളി തൊലിച്ചാലോ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ്? ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, പ്രപഞ്ച ചൈതന്യം മാത്രമേ ഉള്ളൂ, പ്രപഞ്ച സത്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആകർഷണ വികർഷണ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ പിന്നെ ശാസ്ത്രവും പ്രപഞ്ചവും ഒന്ന് തന്നെയല്ലേ? പ്രപഞ്ചം ഇങ്ങനെ കറയുന്നതുകൊണ്ടും തിരിങ്ങുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ശാസ്ത്രം ഉണ്ടാകുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടിയുള്ള ഈ ആകർഷണ വികർഷണ നിയമമാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കാൻ കാരണം. നമ്മുടെ ശരീരത്തിലെ 80 കിലോ വെയിറ്റ്, 60 കിലോ വെയിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഭൂമി നമ്മളെ ആകർഷിക്കുന്നത് കൊണ്ടാണ്. ആ ആകർഷണത്തിന് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നതിന് വേണ്ടിയാണ് റോക്കറ്റ് ഉണ്ടാക്കുന്നത്. ആകർഷണ വികർഷണ തത്വം എല്ലാം പ്രപഞ്ച സത്യമാണ്. ആ പ്രപഞ്ച സത്യത്തിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന വിദ്യാലയത്തിൽ എല്ലാ മതങ്ങളുടെയും തത്വങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ സൗകര്യമൊരുക്കുന്നതാണ് എന്ന് ഗുരു അവസാനം ഒരു പ്രസ്താവന എഴുതി അവിടെ വായിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യം? ഒന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ, അഥവാ എല്ലാം കൂടി ചേരുന്ന ഒന്നേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ. വ്യത്യാസങ്ങളില്ല, തമ്മിൽ ഏറ്റുമുട്ടേണ്ടതില്ല, കാര്യമില്ല. നിങ്ങൾ മതം മാറിയതുകൊണ്ട് പ്രശ്നം തീരില്ല. മതം മാറുന്നത് ഭോഷ്കാണ്. മതം എന്നുള്ള അഭിപ്രായം മാത്രമാണ്, അത് കാലാനുസാരിയായി മാറിക്കൊണ്ടേയിരിക്കുന്ന തത്വമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന തത്വമാണ് എന്ന് ഗുരു തന്നെ 100 കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിൽ ഒന്നും മാറാതിരിക്കുന്നതാണ് ഇപ്പോഴത്തേന്ന് സനാതനമാണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്തർത്ഥം? ഗുരു പറഞ്ഞതിൻ്റെ നേരെ വിപരീതം. ഗുരുവിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട്. സൂചിപ്പിച്ചതുപോലെ നേരത്തെ സ്വാമി സത്യവ്രതം പറഞ്ഞതുപോലെ നിങ്ങൾ കാശാക്കുന്നു, നിങ്ങൾ പലതിനെയും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതല്ല സത്യം എന്ന് തുറന്നു പറയാൻ നമുക്ക് ആർജവമുണ്ടാകണം. സത്യത്തെ സത്യമായി വിളിച്ചു പറയണമല്ലോ. സത്യത്തെ സത്യമായി വിളിച്ചു പറയാനും കേരളീയർക്ക് ഇപ്പോൾ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പബ്ലിക് ഇൻ്റലക്ച്വൽ എന്നൊരു വിഭാഗമുണ്ട്, നമുക്ക് സമൂഹ ബുദ്ധിജീവി എന്ന് പറയാം. സമൂഹ ബുദ്ധിജീവി ചെയ്യേണ്ടതാണ് കാണുന്ന കാര്യങ്ങളെ വിളിച്ചു പറയാനാണ്. അത് ചട്ടമ്പി സ്വാമി പറഞ്ഞതുപോലെ പ്രാചീന മലയാളം എന്ന കൃതിയിലൂടെ അദ്ദേഹം പറയുകയാണ്, ബ്രാഹ്മണന്മാർക്ക് സൃഷ്ടിച്ചു കൊടുത്തതല്ല ഈ കേരളം.
പരശുരാമൻ മഴുകുറിഞ്ഞ് നേടിയതല്ല എന്ന് വയലാർ പറഞ്ഞതാണ് ശരി എന്ന് പ്രാചീന മലയാളത്തിൽ പറയുന്നു. സംസ്കൃതമല്ല ആദിഭാഷ, സംസ്കൃതമല്ല ദേവഭാഷ, ഒരു ദന്നിതൻ ഭാഷയുണ്ടായിരുന്നു. അത് പ്രാകൃതത്തോളം പഴക്കമുള്ളതാണ്. പ്രാകൃതത്തിൽ നിന്നാണ് സംസ്കൃതം വന്നത്. ഈ റിഫൈൻ ചെയ്ത്, ക്രൂഡ് ഓയിൽ നിന്ന് റിഫൈൻ ചെയ്ത് ഡീസലും പെട്രോളും ഏവിയേഷൻ സ്പിരിറ്റും ഉണ്ടാക്കി എടുക്കുന്നത് പോലെ റിഫൈൻ ചെയ്തെടുത്തതാണ് സംസ്കൃതം. മറ്റത് അപരിഷ്കൃതമായിരുന്ന പ്രാകൃതമുണ്ടായിരുന്നു. അതിപ്രാചീന ഭാഷ വേറെ ഉണ്ടായിരുന്നു. അത് ദേവഭാഷയല്ല, മനുഷ്യഭാഷയായിരുന്നു എന്ന് ചട്ടമ്പി സ്വാമി പറയുന്നു. വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള അധികാരം ബ്രാഹ്മണന് മാത്രമല്ല, ഏതു മനുഷ്യനും പ്രതിഷ്ഠിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ആരെ? ഗുരു പറയുന്നു. വേദാധികാര നിരൂപണത്തിലൂടെ പറയുന്നു, വേദം ആർക്കും പഠിക്കാം, ശൂദ്രനും പഠിക്കാം. ശൂദ്രൻ അക്ഷര സംയുക്തം ദുരിത പരിവർജ്ജയിൽ എന്ന് പറയുന്നത് ചില പ്രത്യേക ആൾക്കാർ അറിവ് കൈവശം വയ്ക്കാനും ആ അറിവിനെ ഉപയോഗിച്ച് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനും ആ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷം പേരെയും പട്ടിണിക്കിടാനും ശ്രമിക്കുന്ന ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് അറിവ് വേണ്ട എന്ന് വയ്ക്കുന്ന ചിലർക്ക് നിഷേധിക്കുന്നത് എന്ന് പറയുന്നത്. എല്ലാ സമൂഹവും ജ്ഞാന സമൂഹമായിരുന്നു. ഇരുമ്പിനെ ഉരുക്കാക്കിയത് ജ്ഞാനസമൂഹമാണ്, അത് ജ്ഞാനസമ്പത്തുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ മണ്ണ് ചുട്ടെടുത്ത് കലമുണ്ടാക്കിയപ്പോൾ, കുടമുണ്ടാക്കിയപ്പോൾ അതൊരു ജ്ഞാനസമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യകാലം മുതലേ നമ്മൾ ജ്ഞാനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തെ പ്രയോഗിച്ചുകൊണ്ടാണ് മനുഷ്യ പുരോഗതി ഉണ്ടായത്. ഇന്നത്തെ AI വരെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ 100 കൊല്ലത്തിനിപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തു വേണം? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു പറഞ്ഞത്. ജാതി ഏതായാലും നിങ്ങൾ ഹിന്ദുവായാൽ മതി എന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശാലമായ ആ മാനവിക ബോധത്തെ ചുരുക്കിയെടുത്ത് നിങ്ങൾ മതമേതായാലും മനുഷ്യനാവുകയല്ല വേണ്ടത്, നിങ്ങൾ ഏത് ജാതിയായാലും ഹിന്ദു എന്ന പരിപ്രേക്ഷത്തിനകത്തേക്ക് വരികയാണ് വേണ്ടത് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, ഹിന്ദു മതം എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ച ഗുരുവിൻ്റെ ചോദ്യം ആവർത്തിച്ചുറക്കെ ചോദിക്കാൻ നമുക്ക് കഴിയണ്ടേ? എവിടെ നമ്മളെ ബുദ്ധിജീവികൾ, നമ്മുടെ മറ്റ് ആൾക്കാർ, അല്ലെങ്കിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സാംസ്കാരിക നായകന്മാരോ മറ്റോ ഒക്കെ എവിടെ പോയി? ഗുരു പറഞ്ഞതിനെ നിഷേധിക്കുന്നു. ഗുരുവിൻ്റെ പേരിൽ നമ്മൾ സത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ എല്ലാ വർഷവും ആവർത്തിച്ചോ മത്സരിച്ചോ കൊണ്ട് പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും സംഘടിപ്പിക്കുമ്പോൾ ആ ഗുരുവിനെ നിഷേധിച്ചുകൊണ്ടല്ലേ നമ്മൾ ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിജീവിയുടെ ഉണ്ടാവണം, ഒരു ബുദ്ധിജീവി വർഗം ഉണ്ടാവണം. അവർക്ക് ശാസ്ത്രബോധമുണ്ടാവണം. ശാസ്ത്രം പഠിച്ചതുകൊണ്ട് മതിവരാ, ശാസ്ത്രാർത്ഥ സാരം ഗ്രഹിച്ചേ മതിവരൂ. നാക്കിലെയും നാളികേരവും വെച്ച് ആദിത്യ പൂജ നടത്തിയതിന് ശേഷം ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്ന ISROക്കാരന് ശാസ്ത്രബോധമുണ്ട്, പക്ഷേ ശാസ്ത്രീയ വീക്ഷണമില്ല. കവിളിൽ കൂടെ 3 അടിയോളം നീളം വരുന്ന തൃശൂലം കുത്തിക്കയറ്റി അമ്മൻകോവിൽ നിന്നും അമ്മൻകോവിലേക്ക് വേട്ടയാടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാഞ്ചി പോകുന്ന ഒരു വിശ്വാസി ഏതാചാരത്തിൻ്റെ പേരിലാണത് ചെയ്യുന്നത്? ഏത് ദേവനാണ് അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? 32-ൽ ഗുരുവായൂർ സത്യഗ്രഹം സമാപിച്ചതിന് ശേഷം മന്നത്ത് പത്മനാഭൻ പ്രസംഗിച്ച മറ്റൊരു കാര്യമുണ്ട്. മലബാറിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കാറില്ല. നിഷേധിച്ചത് കൊണ്ടല്ല, അവർ സ്വയം പോവില്ല. കാരണം എന്താ? 100-300 കൊല്ലം മുമ്പെയുള്ള ആചാരമാണ് തിരുവാന്താംകുന്ന് പ്രവേശിക്കുമ്പോൾ ഒറ്റമുണ്ട് മാത്രമേ ഉടുത്തുകൊണ്ട് പ്രവേശിക്കാവൂ എന്ന്. തിരുവാന്താംകുന്ന് ക്ഷേത്രം, പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിലും കോട്ടയ്ക്കലുമൊക്കെ അങ്ങനെയാണ് സ്ത്രീകൾ പോകാതായത്. അങ്ങനെ ആ വിവരം മന്നത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ, പ്രസാദിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു ദേവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ആ ദേവനെ ബഹിഷ്കരിക്കുക എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? കവളിക്കൂടി ശൂലം കുത്തിക്കയറ്റിയാലേ എനിക്ക് മോക്ഷം കിട്ടൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ആരാധനാക്രമം വേണ്ടെന്ന് പറയാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ? ശ്രീനാരായണൂർ യഥാർത്ഥ ശിഷ്യനായൊരു സ്വാമി ഇപ്പോൾ വർക്കലയിൽ പറഞ്ഞു, കുപ്പായം ധരിച്ചുകൊണ്ട് പുരുഷന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം. വിരിമാരണം കാണിച്ചുകൊണ്ട്, രോമാവൃതമായ മാരണം കാണിച്ചുകൊണ്ട് ഒരുത്തനും കയറേണ്ട, കുപ്പായം വിട്ടു പോ എന്ന് അദ്ദേഹം പറയുന്നു. അത് കേട്ടു നിന്ന മുഖ്യമന്ത്രി അതിനോടൊന്ന് പ്രതികരിച്ചു. എന്തായിരുന്നു പുകില്? ആരെങ്കിലും കുപ്പായം ഊരി വെച്ചിട്ടില്ലേ പോയി? ഇപ്പോഴും നമ്മളെല്ലാം ഭക്തസഖാക്കൾ ഉൾപ്പെടെയുള്ളവർ അമ്പലത്തിൽ കയറുമ്പോൾ കുപ്പായ ഊരി വെച്ചിട്ടാണ് കയറുന്നത് എങ്കിൽ ശ്രീനാരായണനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇപ്പോഴത്തെ സന്യാസി ശ്രേഷ്ഠനും പറഞ്ഞതിന് നമ്മൾ എന്ത് വിലയാണ് കൽപ്പിക്കാറുള്ളത്? ആ കേരളത്തെ ഇങ്ങനെ ശ്രീനാരായണൻ്റെ മാനവിക കേരളത്തെ ജാതി മതാത്മകമായ കേരളമാക്കി മാറ്റുന്നത് നമ്മുടെ ബുദ്ധിജീവികളാണ്, മധ്യവർഗമാണ്. ആ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളാണ്, വിഹ്വലതകളാണ്, കച്ചവട താല്പര്യങ്ങളാണ്. ആ കച്ചവട താല്പര്യത്തിൽ നിന്നും ശാസ്ത്രീയ വീക്ഷണത്തെയും മോചിപ്പിക്കുകയും 100 കൊല്ലം മുമ്പ് ഗൗരു പറഞ്ഞ ആ മാനവികതയെ ആവർത്തിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മാനവികതയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഓട്ടുപാത്രത്തിൽ ക്ലാവ് പിടിക്കും,
ക്ലാവ് പിടിച്ചാൽ നമ്മൾ ചാരം ഉപയോഗിച്ചവയെ വൃത്തിയാക്കും, സ്വർണ്ണ തിളക്കമുണ്ടാവും. അപ്പോൾ ചാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാൽ സ്വർണ്ണത്തിളക്കമുണ്ടാകുന്ന പാത്രമുണ്ടെങ്കിൽ ആചാരം എന്നതിൻ്റെ സ്വരം മാറ്റിയാൽ ചാരമാവും. ആചാരം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമായ സ്വരാക്ഷരമായ ആ മാറ്റിക്കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്നത് ചാരമാണ്. നമ്മളെല്ലാം ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആചാരങ്ങളെല്ലാം ചാരമായി തീരും. അങ്ങനെ ചാരമാക്കി തീർക്കാൻ ബുദ്ധിജീവികളെ, മധ്യവർഗക്കാരെ, തൊഴിലാളി വർഗക്കാരെ, കർഷകരെ, യുവാക്കളെ, സ്ത്രീജനെ നിങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പറഞ്ഞാൽ, ഏകസ്വരത്തിൽ പറഞ്ഞാൽ ആചാരങ്ങളെല്ലാം ചാരമാവും, ശാസ്ത്രം സത്യമായി ഉയർന്നു നിൽക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.